നമസ്കാരം. യു.എസ് മാർക്കറ്റുകളെല്ലാം ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് -1.01%, S&P 500 -1.74%, നാസ്ഡാക്ക് 2.38% മൈനസ് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്ത്യൻ മാർക്കറ്റുകൾക്ക് ഇന്നലെ രാമനവമി പ്രമാണിച്ച് അവധിയായിരുന്നു. ബാക്കി മിക്ക മാർക്കറ്റുകളും ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. യുദ്ധത്തെ സംബന്ധിച്ച് അല്ലെ ട്രംപിന്റെ ഇറാന്റെയും പ്രഖ്യാപനങ്ങൾ പലപ്പോഴും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും വരുന്നത് മാർക്കറ്റിന്റെ വോളറ്റാലിറ്റിയെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് വന്ന ലേറ്റസ്റ്റ് ന്യൂസ് ഏതാണ്ട് 10 ദിവസത്തേക്ക് യുദ്ധം നിർത്തിവെച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ്. ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറുകളെയൊക്കെ ഇനി 10 ദിവസത്തേക്ക് ആക്രമിക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇതിനു മുമ്പ് അങ്ങനെ പറയുകയും വീണ്ടും ആക്രമിക്കുകയും ഇറാന്റെ ഭാഗത്തു നിന്ന് ഗൾഫ് കൺട്രീസിലേക്കൊക്കെ നല്ല രീതിയിലുള്ള ആക്രമണം നടക്കുകയൊക്കെ ചെയ്തിരുന്നു. പൊതുവെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കൺഫ്യൂഷൻ ഉള്ള ഒരു അവസ്ഥയിലാണ്. യുദ്ധത്തിന് സമാധാന ശ്രമങ്ങൾ നടക്കുന്നു എന്ന് ഒരു സ്ഥലത്ത് പറയുകയും മറ്റൊരു സ്ഥലത്ത് ആക്രമണം തുടരുകയും ചെയ്യുന്നത് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ഇന്നലെ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് വീണ്ടും $100 മുകളിൽ $104 വന്നിരുന്നു. ഇന്നിപ്പോ രാവിലെ ഏതാണ്ട് $100 അടുത്ത് താഴേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഒരു ചെറിയൊരു റിക്കവറിയാണ്. ഓപ്പൺ ചെയ്തതിൽ നിന്നും ഒരു റിക്കവറിയാണ്. ഇപ്പോഴും ഏഷ്യൻ മാർക്കറ്റുകൾ നെഗറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. GNX നിഫ്റ്റി ഏതാണ്ട് 130 പോയിന്റ് മൈനസിലാണ് ഇപ്പം ട്രേഡ് ചെയ്യുന്നത്. ഓരോ സെറ്റിനും ഇന്നലെ 200 പോയിന്റ് മുകളിലൊക്കെ പോയിരുന്നു. അവിടുന്ന് ഒരു ചെറിയൊരു റിക്കവറി കാണിക്കുന്നതാണ്. യുദ്ധത്തെ സംബന്ധിച്ച് പോസിറ്റീവ് നെഗറ്റീവ് ന്യൂസ് ഉള്ള സമയത്ത് ചെറിയ ക്യാപിറ്റൽ ഉള്ളവർ, പ്രത്യേകിച്ച് ചെറിയ ക്യാപിറ്റലുമായിട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. തുടർച്ചയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നതാണ്. കാരണം ക്യാരി ഫോർവേഡ് ചെയ്യുന്ന പൊസിഷനൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ലോസ് ഉണ്ടാവുന്നതിന് ഇത് പ്രധാനപ്പെട്ട ഒരു കാരണവും. ഒന്നെങ്കിൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. ക്യാഷ് മാർക്കറ്റ് അല്ലെങ്കിൽ ETF മാർക്കറ്റ് താഴെ വരുമ്പോൾ ചെറിയ ചെറിയ എമൗണ്ടിന് അവറേജ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും ഇപ്പം ഏറ്റവും നല്ലതെന്ന് വിചാരിക്കും. മറ്റു വാർത്തകളിലേക്ക് നോക്കിയാൽ ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ അവധിയാണ്. മുമ്പ് സൂചിപ്പിച്ചു. ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ഫെർട്ടിലൈസേഴ്സിന്റെ പ്രൊഡക്ഷൻ ഏതാണ്ട് 15% കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ നയാർ എനർജി പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിക്കുകയും ഏതാണ്ട് 35 ദിവസത്തേക്ക് അവരുടെ പ്ലാന്റ് അടച്ചിടാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇത് വലിയ ഒരു പ്രശ്നം ഇന്ത്യയിൽ സൃഷ്ടിക്കുന്നില്ല. പക്ഷേ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കൂടുന്നു എന്നുള്ളൊരു ഇൻഡിക്കേഷൻ ഇവിടുന്ന് കിട്ടുന്നുണ്ട് എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട്. മറ്റൊന്ന്, മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ US മാർക്കറ്റുകളിൽ കഴിഞ്ഞ ദിവസം ഒരു ക്യാബിനറ്റ് മീറ്റിംഗിൽ ട്രംപ് പറഞ്ഞത് അദ്ദേഹം യുദ്ധത്തെ പറ്റി കാര്യമായിട്ടൊന്നും ശ്രമിക്കുന്നില്ല. യുദ്ധത്തെ എങ്ങനെയും അവസാനിപ്പിക്കാൻ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇറാൻ ഒരു കരാറിന് വേണ്ടി യാചിക്കുന്നു എന്ന തരത്തിലുള്ള അഭിപ്രായമൊക്കെയാണ് പറഞ്ഞത്. ഒരുപക്ഷെ അതേ തുടർന്നാണ് US മാർക്കറ്റ് ഇത്രയും താഴേക്ക് വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. ഇനി OECD, ഓർഗനൈസേഷൻ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, ഇവര് അമേരിക്കയുടെ ഇൻഫ്ലേഷൻ 4.2 ആയിട്ടാണ് പറഞ്ഞത്. നേരത്തെ ഇത് 3.2 ആയിരുന്നു. ഇപ്പോൾ അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ യൂറോ സോണിൽ ഇനി റേറ്റ് ഹൈക്ക്, യൂറോ സോണിലും അമേരിക്കയിലും ഒക്കെ റേറ്റ് ഹൈക്ക് വരുമെന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ. അത് യുദ്ധം മൂലമുണ്ടായ ഒരു അൺസർട്ടനിറ്റിയും ക്രൂഡിന്റെ പ്രൈസ് കൂടുന്നതാണ് ഇവിടെ പറയുന്നത്. ഗോൾഡ്മാൻ സാക്സ് ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് കുറച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഹെൽത്ത് ഇൻഷുറൻസ് റെക്കോർഡ് ഹൈയിലാണ് അതിന്റെ പ്രീമിയം ഒക്കെ എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ ഹെൽത്ത് കെയർ സെക്ടർ 2030 700 ബില്യൺ റീച്ച് ചെയ്യും എന്നാണ് പറയുന്നത്. അതുപോലെ സെബി HDFC ചെയർമാന്റെ റെസിഗ്നേഷനെ അനുബന്ധിച്ച് അത്തരം കാര്യങ്ങൾ അന്വേഷണം നടത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. മറ്റൊന്ന്, നിഫ്റ്റിയുടെ ഒരു റീബാലൻസിങ് വരാൻ സാധ്യതയുണ്ട്. സാധാരണ മാർച്ച് സെപ്റ്റംബർ മാസങ്ങളിൽ അത്തരത്തിലൊരു റീബാലൻസിങ് നടത്തുന്നതാണ്. ഇത്തരം വെയിറ്റേജുകൾ ഭാരതി എയർടെലിന്റെ വെയിറ്റേജ് കൂട്ടുന്നു. ബജാജ് ഫിൻസർവ് ഇതിന്റെയൊക്കെ വെയിറ്റേജ് കൂട്ടുന്നു. HDFC, റിലയൻസ്, ICICI, SBI എന്നിവയുടെ